ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകും. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരു 8 അല്ലി ഗാർലിക്കും പിന്നെ ഒരു മീഡിയം സൈസ് ജിഞ്ചറും പിന്നെ 2 ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു എഗ്ഗും കൂടി അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കനിലോട്ട് അത് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിതിലോട്ട് മസാല വേണം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഞാൻ മുഴുവൻ മല്ലിയില്ലേ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അജ്വൈൻ അയമോദകം എന്ന് പറയും അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു ടീസ്പൂണ്, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയില്ലേ അതൊരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തരിതരിപ്പോടുകൂടെ വേണം കേട്ടോ നമ്മളതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. തരിതരിപ്പോടുകൂടെ തന്നെ നമ്മൾ അടിച്ചെടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ മല്ലിയുടെ ഇലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മസാല പുരട്ടി വെക്കണം കേട്ടോ. ഇനി ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഒരു ലെമണിൻ്റെ പീസ് എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ പിന്നെ 2 ടേബിൾ സ്പൂണോളം മിൽക്കും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ലിഡ് വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ക്ലിംഗ് ഫിലിം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരു 2-3 മണിക്കൂറോളം മിനിമം വയ്ക്കുക. എന്നിട്ട് ഇതേ ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ കൊണ്ടോട്ട മുളകില്ലേ അത് നമ്മുടെ ചെറിയ മുളകല്ല വലിയ മുളകിൻ്റെ കൊണ്ടോട്ട മുളക് കൂടി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നമ്മൾക്ക് കറി റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയിൽ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങ വേണം. അപ്പോൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് 1/4 കപ്പ് തേങ്ങ മതി കേട്ടോ. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് വറുത്ത് ഫ്രിഡ്ജിൽ വെക്കാറാണ് പിന്നെ ആവശ്യത്തിന് എടുക്കാറ് കേട്ടോ. അപ്പോൾ 1/4 കപ്പിന് നമുക്ക് വലിയ ഉള്ളിയുടെ ഒരു 1/4 പീസ് മതിയാകും കേട്ടോ. പിന്നെ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു 10 പീസ് ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 1/4 കപ്പിന് ഒരു 3 പീസ് ഗാർലിക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പട്ട ഞാനൊരു വലിയ പീസ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ ആയ കാരണം. അപ്പം നമ്മൾ 1/4 കപ്പ് തേങ്ങക്ക് ഒരു ചെറിയൊരു പീസ് പട്ട ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉലുവല്ലേ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പിന് ഒരു 3-4 മണി ഉലുവ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന മുഴുവൻ മല്ലിയില്ലേ അത് ഞാനൊരു 8 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ 1/4 കപ്പിന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകല്ലേ അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പിന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗ്രാമ്പൂല്ലേ അതൊരു 10 ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ 1/4 കപ്പിനാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 6 1/4 കപ്പിന് 2 ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് തേങ്ങക്കാന്ന് വെച്ചാൽ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല ഒക്കെ പറ്റി വെച്ച ചിക്കനില്ലേ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതെ ഞാൻ 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ ചിക്കൻ നമ്മൾ മസാല പറ്റിയ ബൗളില്ലേ അതിൽ തന്നെ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ അതിലോട്ട് ജിഞ്ചർ ഒരു ചെറിയ പീസാക്കിയിട്ട് ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. ഗാർലിക്കും എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഗാർലിക്കും എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടി 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വലിയ ഉള്ളില്ലേ അത് 2 ഇതുപോലെ തന്നെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും നേരം നമ്മൾ അരിഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാച്ചിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമ്മളൊരു പാൻ വെച്ചെടുത്തിട്ട് അതിൽ 2 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുത്ത് നമ്മൾ ചതച്ചെടുത്ത വലിയുള്ളി അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ പച്ച സ്മെല്ലൊക്കെ പോയപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലോട്ട് ഞാൻ തക്കാളിയില്ലേ അത് 2 കട്ട് ചെയ്ത് വെച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഉടഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് വെച്ചില്ലേ അതിൽ നിന്ന് ഒരു 1/4 കപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചിട്ട് തരി പാടില്ല കേട്ടോ. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് തരി ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തോ. എന്നിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചില്ല അപ്പോൾ അതിലുള്ള വെള്ളവും ഓയിലും കൂടി ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുരുമുളക് പൊടി ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇട്ട് കൊടുക്കുന്നത് 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഞാനൊരു പിടി കാഷ്യൂ എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ടിട്ട് ഞാൻ ഇതിലോട്ട് നമ്മൾ ഉള്ളിയും പിന്നെ നമ്മുടെ ഉലുവയില്ലേ അതുകൂട്ടി നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലൊന്ന് മൂപ്പിച്ചിട്ട് അതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക.